വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. പ്രതിജ്ഞ. ഈശോ എന്നോട് ആവശ്യപ്പെടുന്ന ബാഹ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഏതു കാര്യവും ഞാൻ ഉടനെ തന്നെ എൻ്റെ സുപ്പീരിയേഴ്സിനോട് പോയി പറയുന്നതാണ്. സുപ്പീരിയറിനോടുള്ള സമീപനത്തിൽ ഒരു കുഞ്ഞിൻ്റെ തുറവിയും നിഷ്കളങ്കതയും പാലിക്കും. മറഞ്ഞിരിക്കുന്ന ആത്മാക്കളെ ഈശോ സ്നേഹിക്കുന്നു. മറഞ്ഞിരിക്കുന്ന പൂക്കളാണ് ഏറ്റവും പരിമളം പരത്തുന്നത്. എൻ്റെ അന്തരാത്മാവിൽ ഈശോയുടെ ഹൃദയത്തിന് ഒരു വിശ്രമസ്ഥലം ഒരുക്കാൻ ഞാൻ പരിശ്രമിക്കും. ഓ എൻ്റെ സ്രഷ്ടാവേ, എൻ്റെ പ്രയാസത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ അങ്ങേക്ക് ശരണത്തിൻ്റെ ഒരു സ്തുതിഗീതം ഞാൻ ആലപിക്കും. എന്തെന്നാൽ അങ്ങയിലും അങ്ങയുടെ കരുണയിലുമാണ് ഞാൻ അനന്തമായി ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ സഹനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അതൊരു സഹനമല്ലാതായിത്തീർന്നു. സഹനം എൻ്റെ ആത്മാവിൻ്റെ അന്നന്നയപ്പമായി മാറി. ഒരു പ്രത്യേക വ്യക്തിയുമായി ഞാൻ സംസാരിക്കുന്നതല്ല. എന്തെന്നാൽ ഈശോയ്ക്ക് അതിഷ്ടമല്ല. മാത്രമല്ല, അതുമൂലം അവൾക്കൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. കർത്താവിൻ്റെ പാദാന്തികത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോയെ, നിത്യമായ സ്നേഹമേ, നമ്മുടെ ജീവന്റെ ഉറവിടമേ, ഉന്മാദനായ ദൈവമേ, സ്നേഹത്തിൽ അങ്ങ് സ്വയം മറന്ന് ഞങ്ങളെ മാത്രം കാണുന്നു. സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുന്നതിനു മുൻപ് അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൽ വഹിച്ചു. ഓ സ്നേഹമേ, ഓ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ അഗാധതയെ, ഓ ആനന്ദത്തിൻ്റെ രഹസ്യമേ, എന്തുകൊണ്ട് കുറച്ചാളുകൾ മാത്രം അങ്ങയെ അറിയുന്നു? എന്തുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിന് പ്രതിസ്നേഹം ലഭിക്കുന്നില്ല? ഓ ദൈവസ്നേഹമേ, എന്തുകൊണ്ട് അങ്ങയുടെ സൗന്ദര്യം അങ്ങ് മറയ്ക്കുന്നു? ഓ അഗ്രാഹ്യമായ അനന്തസ്നേഹമേ, അങ്ങയെ അറിയുന്തോറും എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ അങ്ങയുടെ മഹിമയെ ഞാൻ ധ്യാനിക്കും. എൻ്റെ ഹൃദയത്തിൽ അതിലും വലിയ ദാനങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നതിനാൽ ശ്രാപ്പേന്മാരിലോ അവരുടെ അഗ്നിയിലോ ഞാൻ അസൂയപ്പെടുന്നില്ല. ആനന്ദ പാരവശ്യത്തോടെ അവർ അങ്ങയെ ആരാധിക്കുന്നു. എന്നാൽ അവിടുത്തെ രക്തം എൻ്റെ രക്തത്തോട് കൂടി കലർന്നിരിക്കുന്നു. സ്നേഹം ഈ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കുന്നു. ഓ, അങ്ങ് എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്? സ്നേഹം ആ വിരി കീറി മാറ്റുന്നു. എൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ യാതൊരു മറയുമില്ല. എന്തെന്നാൽ അങ്ങു തന്നെ എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മാറിലേക്ക് വലിച്ചടുപ്പിച്ചിരിക്കുന്നു. ഓ അഭേദ്യമായ തൃത്വമേ, ഏകദൈവമേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും എന്നുമെന്നേക്കും. യഥാർത്ഥ സ്നേഹം എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നും വെളിപ്പെടുത്തി തന്നു. ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്നതിലാണ് യഥാർത്ഥ സ്നേഹം അടങ്ങിയിരിക്കുന്നത്. നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തികൾ പോലും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കണം. അപ്രകാരം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് പ്രകടമാക്കാം. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിന്റെ സഹനം വഴിയാണ് നീ എന്നെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്നത്. എൻ്റെ മകളെ, നിന്റെ ശാരീരികവും മാനസികവുമായ സഹനത്തിൽ സൃഷ്ടികളിൽ നിന്ന് നീ സഹതാപം കാക്ഷിക്കരുത്. കലർപ്പില്ലാത്ത നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ പരിമളം ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സൃഷ്ടികളിൽ നിന്നു മാത്രമല്ല, നിന്നിൽ നിന്ന് തന്നെ നീ വിടുതൽ പ്രാപിക്കണം. മകളെ, നിന്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധവും പരസ്പർശമേൽക്കാത്തതും കുറ്റമറ്റതും നിഷ്കളങ്കവുമായ സ്നേഹത്തിൽ ആനന്ദം കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ സഹനത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ എന്നോടുള്ള നിന്റെ സ്നേഹം കൂടുതൽ പരിശുദ്ധമായി